ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് താര എന്നാണ്. താര വെമ്പായത്ത് നിന്നുമാണ് വരുന്നത്. വെമ്പായത്തിൽ നിന്നാണ്. കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 11 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ കർത്താവ് നൽകിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. പതിനൊന്ന് വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ കാരണം പറയാമോ? എന്തായിരുന്നു പ്രശ്നം? ട്യൂബ് ബ്ലോക്ക്. 2 ട്യൂബും. അയ്യോ, അതൊരു ഭയങ്കര കാര്യമുള്ളൂ. 2 ട്യൂബും ബ്ലോക്കായി പോയി. ഡോക്ടേഴ്സ് എന്ത് ചെയ്തു? വന്നിട്ട് IVF ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ ഉണ്ടാകുന്ന പ്രയാസം വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ 2 ട്യൂബും ബ്ലോക്കാണ്. നോർമലി ഓവുലേഷൻ നടക്കത്തില്ല. അയ്യോ, തലയ്ക്ക് മനസ്സിലാവാത്ത കാര്യം. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്ത കർത്താവിനെ. നിങ്ങൾ ചിന്തിച്ചേ, ഒരു നോർമലി ഓവുലേഷൻ നടക്കത്തില്ല, 2 ട്യൂബും ബ്ലോക്കാണ്. IVF നടക്കത്തുള്ളൂ. എന്നാൽ ഇവർക്ക് നോർമലാണ് കൊച്ചുണ്ടായത് എന്ന് പറഞ്ഞാൽ തനിക്ക് തൻ്റെ ഉള്ളിലെ അണ്ടം പുറത്തു വരത്തില്ല, അത് ബ്ലോക്കാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒന്ന് ചേർത്ത് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ, ആമേൻ. എന്നാ നിങ്ങളിവിടെ വന്നേ? കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നമുക്ക് നന്ദി പറയാം. കാര്യങ്ങൾ ഉയർത്തിയ കുഞ്ഞിനെന്ന് പ്രാർത്ഥിച്ച കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. നന്മകളെ നിറച്ചാട്ടെ, ആരോഗ്യമുള്ള നിന് കുഞ്ഞിനെ കൊടുത്തല്ലോ. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കും.